ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ആഫ്റ്റർ എ ലോങ് ടൈം, അതെ വളരെ ലോങ് ടൈമിന് ശേഷം പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നല്ല സുന്ദരി മണികളായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ കണ്ടിട്ട് വരാം. ഇതായിരുന്നു നമ്മുടെ തലേന്നത്തെ കാഴ്ച. നമ്മൾക്ക് പിറ്റേന്ന് കർണാടക കോളേജിൽ ഓണ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് രാത്രി തന്നെ സാരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതാകുമ്പോൾ നമുക്ക് നാളെ രാവിലെ പോകാമല്ലോ, നേരത്തെ പോകാമല്ലോ, ഇതൊക്കെയായിരുന്നു പ്ലാൻ. അപ്പോൾ ഒരാളിത് പാവാട സെറ്റാക്കുന്നു, സാരി സെറ്റാക്കുന്നു, അങ്ങനെ ആകെ ബഹളം. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അർശയാണെങ്കിൽ ഇത് അർശൻ്റെ കൈയും ചെറുതായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആളുടെ കൈയൊന്ന് പൊള്ളിയിട്ടുണ്ട്. പിന്നെ കുറേ നേരം അതൊക്കെ നോക്കി അവിടെ ഇരുന്ന് വിഷമിച്ച് പിന്നെ ഞങ്ങൾ പോട്ടെ സാരമില്ല അതൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ പിന്നെ ഞാൻ എന്താ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ആകെ ടയോ ഊട്ടായിട്ടിരിക്കലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിതിൽ നിന്നൊക്കെ എസ്കേപ്പായി. അപ്പോൾ അവരങ്ങ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. പിന്നെ ഞാൻ എൻ്റെ ജിമ്മിലെ തള്ളുകഥകളൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ട് അവർ ആസ്വദിക്കുകയാണോ ഇനി ഊക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ കേട്ടിരുന്നു എന്തായാലും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ കയറി കിടന്നുറങ്ങി. പിന്നെ അതാ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ തന്നെ എണീറ്റിട്ട് റെഡിയാകാമായിരുന്നു നമ്മുടെ പ്ലാൻ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ചുമ, കുര, തുമ്മൽ അതൊക്കെ നിർബന്ധമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യം തന്നെ മുടി സെറ്റാക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്മൃതിയാണ് എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്നെ സാരി ഉടുപ്പിക്കുന്നതും എൻ്റെ മുഖത്ത് കുറേ പൊട്ടിയിട്ട് തരുന്നതും മുടി സെറ്റാക്കുന്നതും എല്ലാം അവൾ തന്നെ. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ കൂടെ കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. അത് കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് ഇതാ ഒരാൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് മുടി ഉണക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ സ്മൃതി എന്നെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഞാൻ സെറ്റായി. പിന്നെ സാരി ഉടുക്കേണ്ട പരിപാടിയും കൂടി ഉള്ളൂ. ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് അവരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു കേട്ടോ. പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട കണ്ണട മാറ്റി വയ്ക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുവിന്റെ അടുത്ത കളി. ഒരാളവിടെ മാരക മേക്കപ്പിൽ. അപ്പോഴത്തേക്ക് ഇതാ നമുക്ക് പൂവുമായിട്ട് നമ്മുടെ പൂക്കാരി കുട്ടി വന്നിട്ടുണ്ട്. ഇതാണ് സിയ. ഓക്കെ, എന്നിട്ട് നമ്മൾ തലയിൽ പൂവൊക്കെ സെറ്റ് ചെയ്ത് ഒരാളവിടെ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അത് എൻ്റെ തലയിൽ സിയ ഒരു കുത്തമ്പീനാർ പണിയാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ആ ശ്രമം എന്താകും നമുക്ക് കണ്ടറിയാം. അപ്പോൾ എൻ്റെ തലയിലുള്ള പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ സെറ്റായപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അവരവിടെ റെഡി ആകുമായിരുന്നു. അടുത്ത ഈ സ്മൃതിൻ്റെ തലയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഒരാളുടെ തല ശരിയാക്കാനാണ് ഈ രണ്ട് പേര് അവിടെ കിടന്ന് പെടാപ്പാട് പെടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് കുറച്ച് റീലും കാര്യങ്ങളും എടുക്കാനുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റീലൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു കോൾ വന്നത്. ആ കോൾ വന്നതിൻ്റെ ടെൻഷനാണ് തൈ മുഖത്ത് കാണുന്നത് കേട്ടോ. വേറെ ആരുമല്ല വിളിച്ചത്, നമ്മുടെ ജിബിൻ ചേട്ടൻ. ജിബിൻ ചേട്ടൻ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എൻ്റെ ബോസ്. വിളിച്ചിട്ട് ചോദിച്ചു 9:30 വരണമെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ എവിടെ പോയി കിടക്കുന്നത്, ഇതുവരെ ഇറങ്ങിയില്ലേ? അപ്പോഴേ നമ്മൾ ഇതാ ഒരു ഊബറൊക്കെ വിളിച്ചിട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് ഒരു ഊബറിൽ, അവർ വേറെ ഊബറിൽ. ഞാൻ ഊബർ ചേട്ടൻ പറപ്പിച്ച് വിട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമൊരു ദൈവമേ ആദ്യം അവരെത്രയാണ്, അതാകുമ്പോൾ ആദ്യമേ അവർക്ക് തെറിയേക്കുമല്ലോ. പക്ഷേ അവരല്ല ആദ്യത്തെ, ഞങ്ങളാണ് ആദ്യത്തേത്. പിന്നെ ഞാൻ അകത്ത് കയറാതെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. അവരോട് വന്നിട്ട് കയറുമ്പോൾ എല്ലാം ഒന്നിച്ച് കയറാമല്ലോ. പക്ഷേ ആ ഒരു ചെണ്ടമേളത്തിൻ്റെയൊക്കെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ജിബിൻ ചേട്ടൻ അതൊക്കെ മറന്നുപോയി. ഞങ്ങൾക്ക് വഴക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അർശൻ്റെ മുഖത്ത് ഇതാക്കേണ്ട ചിരി ജിബിൻ ചേട്ടനെ സോപ്പിടാൻ വേണ്ടിയിട്ടുള്ള ചിരിയാണ് കേട്ടോ, വഴക്ക് കിട്ടാതിരിക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളിതാ പിള്ളേരുടെ തിരുവാതിരയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ മെയിനായിട്ട് നമ്മളിതാ ചെയർമാൻ്റെയൊക്കെ ബാക്കിൽ സ്റ്റേജിൽ നിന്നാണ് പ്രോഗ്രാമൊക്കെ കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കിടിലനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിതാ അവിടെ വൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാണിക്കണ്ടേ, അതുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കോളേജൊക്കെ മിസ് ചെയ്യുന്നത് കേട്ടോ. പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്താ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഒന്നും കൂടെ കോളേജിൽ പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ള വിഷമത്തിൽ ഞങ്ങളത് കണ്ട് ആസ്വദിച്ചങ്ങ് നിന്ന്. അത് കഴിഞ്ഞ് പറച്ച് പറഞ്ഞു പുതിയ ട്രെൻഡ് ഒരു റീലെടുക്കാന്ന് പറഞ്ഞു പോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഉദ്ദേശിച്ച വീഡിയോ
ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചെയ്യുന്ന ഒരു ട്രെൻഡിങ് സാധനമാണ്. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ആ വിഷമം ഫുഡ് കഴിച്ച് തീർക്കാമെന്നാണ് ഈ പറയുന്നത്. എന്നിട്ട് നമ്മളിത് ആ ബോർഡ് റൂമിൽ വന്നിരിക്കില്ലായിരുന്നു, അടുത്ത പന്തിയിലെങ്കിലും കയറാമെന്നുള്ള പ്രതീക്ഷയിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പുറത്ത് പോയിരുന്നു. കാരണം നമ്മൾ അകത്തിരുന്നാൽ അടുത്ത പന്തി തുടങ്ങി നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഈ പിള്ളേരെന്ത് ഈ കഴിച്ച് തീരാത്തേ എന്നുള്ള ഭാവത്തിൽ നമ്മളിത് അവിടെ ഇരിക്കലായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിള്ളേരിപ്പോൾ ഇറങ്ങും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമ്മൾ അവിടെ ഇരുന്നു. അങ്ങനെ അടുത്ത പന്തിയിൽ നമ്മൾ കയറിയിട്ടു. അങ്ങനെ കറികൾ ഓരോന്നോരോന്നായിട്ട് വന്നു. അപ്പോൾ ചോറെന്താ വരാത്തേന്ന് നോക്കി അവിടെ ഇങ്ങനെ വിശന്നിരുന്നു. അപ്പോൾ എന്താ ചോറ് വന്നു, പരിപ്പ് കറി വന്നു, പിന്നെ സാമ്പാർ വന്നു. എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു അടിയും കടിച്ച് അങ്ങനെ സദ്യയൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മളിതാ ഗ്രൗണ്ടിൽ വന്നു. ഗ്രൗണ്ടിൽ വടംവലിയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വടംവലിയൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ ലാസ്റ്റ് പ്രോഗ്രാം നമുക്ക് ചെണ്ടമേളമായിരുന്നു കേട്ടോ. പിന്നെ ചെണ്ടമേളത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ അത് കണ്ട് നിന്ന് അങ്ങനെ ഞങ്ങളും പിള്ളേരുടെ ഇടയിൽ നുഴഞ്ഞു കയറി. കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന അവസരമല്ലേ, നമുക്കങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവരുടെ കൂടെ അങ്ങ് കൂടി ഞങ്ങളും. ഇന്നിൻ്റെ രാത്രി നമുക്ക് കുറേ കുഴമ്പും അരിഷ്ടമൊക്കെ വേണ്ടി വരും. എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ അതൊക്കെ കണ്ടങ്ങനെ നിന്ന് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഊബർ വിളിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാം. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ പോയ കോലമീ എല്ലാവർക്കും. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഊബറിൽ കയറിയപ്പോഴത്തേക്ക് മഴ പെയ്തതാ കുറച്ച് വെള്ളം വീണിൻ്റെ എക്സ്പ്രഷനാണ് ആ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.